ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്വിസ് റോളാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വിസ് റോളാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ സ്വിസ് റോള് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഓരോന്നും 25 ഗ്രാം വീതമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതായത് ബട്ടർ, ഒരു മുട്ടയുടെ വെള്ള, പിന്നെ ഐസിങ് ഷുഗറും മൈദയും വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 13 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുമുള്ള ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഈ ട്രേയിൽ ഞാൻ എന്താണോ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ആ പേപ്പർ അടിയിൽ വെച്ചിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് മീതെ ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിരിക്കുവാണ്. ഈ ബട്ടർ പേപ്പറിന്റെ മുകളിലാണ് കണ്ടോ ഈ നമ്മൾ അടിയിൽ വെക്കുന്ന ഡിസൈൻ നമുക്കിത് കാണാൻ പറ്റും. ഇതിന് മുകളിലാണ് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്ലൂ എടുത്തിട്ടുണ്ട്, യെല്ലോ, മിന്റ് ഗ്രീൻ, റെഡ്. ഇത്രയും കളേഴ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളുമാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ബട്ടറും ഐസിങ് ഷുഗറും കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായി ബീറ്റായി വരുമ്പോഴേക്ക് ഈ മുട്ടയുടെ വെള്ള ഒഴിച്ചിട്ട് വീണ്ടും ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മൈദ ചേർത്ത ശേഷം ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി നമുക്കിത് ഈ 4 ബൗൾ എടുത്തിട്ട് 4 ബൗളിലാക്കി കുറേശ്ശെ ഇത് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതിയാകും എല്ലാം. ഇനി ഓരോ ബൗളിലും ഓരോ കളർ വീതം നമുക്ക് ഓരോ ഡ്രോപ്പ് ഇട്ട് കൊടുക്കാം. കണ്ടോ, 4 കളറും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ 4 കളറും ഈ എടുത്തു വച്ചിരിക്കുന്ന 4 പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ മിക്സ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുപ്പിയിലിട്ട് മാറ്റി വെക്കാം. മറ്റൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഇതിലേക്ക് യെല്ലോ ഇട്ട് കൊടുക്കാം. എടുക്കാൻ സൗകര്യത്തിനാണ് നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയിലിട്ട് വെക്കുന്നത്. ഞാനിവിടെ 4 കളേഴ്സും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുപ്പികളിലാക്കി വെക്കുമ്പോൾ നമുക്ക് എടുക്കാൻ സൗകര്യമാണ്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിവിടെ എല്ലാം ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റാം. ഇത് നല്ലതുപോലെ ഫ്രീസ് ചെയ്ത ശേഷം ഇതിന് മുകളിലാണ് നമ്മൾ ടോപ്പിംഗ് വെക്കുന്നത്. ഇനി നമുക്ക് ഈ സ്വിസ് റോളിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയുടെ മഞ്ഞയും 3 മുട്ടയുടെ വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെക്കണം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കണം. ഇതിലേക്ക് ഈ 3 മുട്ടയുടെ വെള്ളയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് സ്ലോലി ബീറ്റ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. കണ്ടോ, ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാതെയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെ ഇട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അടിച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല, ബീറ്റർ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മൈദ ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു സ്പൂണോ സ്പാക്സിലയോ കൊണ്ട് ഇളക്കിയാൽ മതി. ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കണം. കട്ട ഉണ്ടാകരുത് ഇതിൽ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇതിവിടെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഫ്രീസറിൽ വെച്ച് നല്ല സെറ്റായിരിക്കുവാണ്. കണ്ടോ, ഇതെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനത്തിൽ ഇത് പരത്തിയെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിവിടെ ഞാൻ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ ഞാൻ ബേക്ക് ചെയ്തെടുത്ത് വച്ചിരിക്കുവാണ്. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം വേണം നമ്മൾ ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഇത് മാറ്റിയെടുക്കേണ്ടത്. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ വെക്കേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിന്റെ സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വേണം. ഞാനിവിടെ ഫ്രോസൺ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടൻ തന്നെ നമ്മളിത് വിപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പീച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷെ പീച്ച് ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. ഈ വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീം നല്ല സ്വീറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇനി ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇനി സ്വീറ്റ് ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് നമുക്ക് വിപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇതിവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് കമഴ്ത്തി വെച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത പേപ്പറാണ്, ഇത് മാറ്റി കൊടുക്കണം. ഇനി ഈ ബട്ടർ പേപ്പർ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. കണ്ടോ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഡിസൈനൊക്കെ കേക്കിലേക്ക് പിടിച്ചു കഴിഞ്ഞു. ഇനി ഈ കേക്കിനെ ഒന്ന് തിരിച്ചു വെക്കാം. കാരണം ഇതിന്റെ മറുവശത്താണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇത് ഫോൾഡ് ചെയ്ത് പുറത്ത് വരുന്ന ഭാഗമാണ് ഇത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കാം. എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഇത് നമുക്കൊന്ന് തേച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ പീച്ചിന്റെ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം ഈ ബട്ടർ പേപ്പർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് തണുത്ത ശേഷം കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. കണ്ടോ, ഇതിന്റെ ഉൾഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വിസ് റോളാണിത്. ഇതിനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേസ്ട്രിയാണിത്. ആ പീച്ചും ക്രീമും ഒക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന്. സ്വിസ് റോൾ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പേസ്ട്രിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.